ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയ്സീസ് ക്രിയേറ്റീവ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ത്രെഡും ബീഡ്സും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി ഡിസൈനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തേക്കുന്നത് ഗോൾഡൻ കട്ട് ബീഡ്സ് അല്ലെങ്കിൽ ഹണി കളറുള്ള കട്ട് ബീഡ്സ് എന്ന് പറയും. പിന്നെ പല കളറിലുള്ള ത്രെഡാണ്. അപ്പോൾ അതിൽ റെഡ്, വൈറ്റ്, ബ്ലൂ, മെറൂൺ അങ്ങനെ പല കളറിലുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മുടെ സൂയിങ് മെഷീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ 2 ടൈപ്പിലുള്ള നീഡിലുണ്ട്. ഇതാണെങ്കിൽ ത്രെഡ് വർക്ക് ചെയ്യുന്ന നീഡിൽ, പിന്നെ ഇത് ബീഡ് വർക്കിന് വേണ്ടിയുള്ള നീഡിലുമാണ്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ പാറ്റേൺ. അപ്പം നെക്ക് വരിക ഇതാണ് കേട്ടോ, ബോട്ട് നെക്കിലാണ് നെക്ക് വരിക. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ വി ഷേപ്പിലാണ്. അപ്പോൾ കുറച്ച് ഇങ്ങോട്ട് ഇറക്കി ഈ വി ഷേപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് റൗണ്ട്സ് വരച്ചിട്ടുണ്ട്, ഫ്ലവേഴ്സാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അത് സ്റ്റെം വന്നിട്ടുണ്ട്, ലീവ്സ് വന്നിട്ടുണ്ട്, അങ്ങനെ ഇതെല്ലാം നമ്മൾ ആ വി ഷേപ്പിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുമ്പം നിങ്ങൾ ഈ ബോട്ട് നെക്കിൻ്റെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കണ്ട. വർക്ക് വരുന്ന ഭാഗത്ത് മാത്രം ലൈനിങ് വെച്ച് കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഈ ഒരു പോർഷനിലെ ഇവിടെ മാത്രം വി ഷേപ്പിൽ നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തംബ്നെയിൽ കാണുന്ന പോലെ നമുക്ക് കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ആദ്യം നമ്മൾ ഫ്ലവർ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഈ ഒരു ഗോൾഡൻ റൗണ്ട് ബീഡ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് സൈസ് നമ്പർ 3 ആണ് കേട്ടോ. അത് നമുക്ക് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. ഇനി വൈറ്റ് കളറുള്ള ത്രെഡ് 6 സ്ട്രാൻഡ്സിൽ ഇതുപോലെ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ഫ്ലവറിലും നമ്മൾ വൈറ്റ് കളറുള്ള ത്രെഡ് വെച്ചിട്ട് റിംഗ് നോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ബീഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് ആ നീഡിലേക്ക് 2 തവണ നമുക്ക് ത്രെഡ് ഒന്ന് ചുറ്റാം. എന്നിട്ട് കുറച്ച് ലൂസായിട്ട് പിടിച്ചിട്ട് താഴേക്കൊന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു റിംഗ് നോട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ആ ബീഡിന് ചുറ്റുമായിട്ട് റിംഗ് നോട്ട് ചെയ്ത് ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഞാനിവിടെ ബ്ലൂ കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് റിംഗ് നോട്ട് ഫ്ലവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടത്തിന് മാച്ച് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ത്രെഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ന കളർ യൂസ് ചെയ്യണമെന്നില്ല. ഗ്രീന്, ബ്ലൂ, വൈറ്റ്, പിങ്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഈ ഫ്ലവർ ഞാൻ റെഡ് കളറുള്ള ത്രെഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തേക്കുന്ന നീഡിൽ നമ്പർ 6 ആണ് കേട്ടോ. അപ്പോൾ 6ൽ കുറച്ചും കൂടെ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഫ്രഞ്ച് നോട്ട്, റിംഗ് നോട്ടൊക്കെ ചെയ്യാനായിട്ട്, ബുള്ളിയൻ നോട്ടൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നീഡിലാണ് കേട്ടോ, സൈസ് നമ്പർ 6. ഞാനിവിടെ ഫ്ലവേഴ്സൊക്കെ മാറ്റി മാറ്റി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റെമ്മാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം കട്ട് ബീഡ്സാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഓരോരോ കട്ട് ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ സ്റ്റെമ്മിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്.
ഇനി നമ്മൾ ലീഫ് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിൽ ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 3 കട്ട് ബീഡ്സ് ഒന്നിച്ചെടുക്കാം. ഇനി അതൊന്ന് ചെരിച്ച് വെച്ചിട്ട് ഒരു ലീഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരുന്നോ അതിനനുസരിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നീഡിലെടുക്കുമ്പം ഫസ്റ്റ് ബീഡിൻ്റെ സെൻറ്ററിൽ നിന്ന് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ആ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി ആ ഫ്ലവേഴ്സിൻ്റെ ലീവ്സിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് സ്പേസ് ഉണ്ടാവും. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് സ്കാറ്റർ ചെയ്ത് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കാം. നമ്മുടെ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.